ഇന്ന് ഹാൻഡ് എംബ്രോയ്ഡറിയുടെ 4ാമത്തെ ക്ലാസ്സാണ് കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ബാക്ക് സ്റ്റിച്ചാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു ലൈൻ വരച്ചിട്ടുണ്ട്. അതിൽ ആദ്യം റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ നമ്മൾ ആദ്യം ഇതുപോലെ അടിയിൽ നിന്ന് സൂചി കുത്തിയെടുത്ത് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തല്ലോ അതേപോലെ തന്നെ നമ്മൾ ആദ്യം ഒരു നിശ്ചിത അകലത്തിൽ ഇതുപോലെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആദ്യത്തെ ഈ സ്റ്റിച്ച് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഫസ്റ്റ് തന്നെ തുടങ്ങാൻ പാടുള്ളൂ. ഇനി അടുത്ത സ്റ്റിച്ച് നമ്മൾ തുടങ്ങേണ്ടത് ഇതുപോലെ ഇവിടം തൊട്ടല്ല, നമ്മൾ ഇപ്പോൾ സൂചി കുത്തി ഇറക്കിയിട്ടുണ്ടല്ലോ അവിടം തൊട്ടല്ല, അതിൻ്റെ തൊട്ടപ്പുറത്ത് തൊട്ടാണ് നമ്മൾ തുടങ്ങേണ്ടത്. അപ്പോൾ ആദ്യത്തെ സ്റ്റിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തേത് ഇതുപോലെ വേണം നമ്മൾ തുന്നിയെടുക്കാൻ. ഇതേപോലെ കുത്തിയെടുത്തിട്ട് നമ്മൾ ആദ്യത്തെ സ്റ്റിച്ച് എവിടെയാണോ നിർത്തിയിട്ടുള്ളത് അവിടെ വേണം നമ്മൾ രണ്ടാമത് തുന്നിയെടുക്കുമ്പോൾ സൂചി കുത്തി നിർത്തേണ്ടത്. ഇനിയെല്ലാം നമ്മൾ രണ്ടാമത് ചെയ്ത പോലെയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഈ ലൈൻ മുഴുവനായിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഒരേ ലൈന് വരച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വരച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പഠിക്കാൻ. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ക്ഷമയോട് ചെയ്യേണ്ടതാണ് കേട്ടോ ഹാൻഡ് എംബ്രോയ്ഡറി. പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവും, കാണാനായാലും നല്ല ഭംഗിയുണ്ടാവും. അതേപോലെ ഇത് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നൂല് ഒരുപാട് എടുത്തിട്ട് നല്ല നീളത്തിലെടുത്തിട്ട് നമ്മൾ സൂചിയിൽ കോർക്കരുത്. പെട്ടെന്ന് കെട്ടുകൊടുങ്ങും. നമ്മൾ അടിയിൽ നിന്നൊക്കെ അല്ലേ നമ്മൾ ചെയ്തെടുക്കുന്നത്, അപ്പോൾ പെട്ടെന്ന് കെട്ടുകൊടുങ്ങാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ആദ്യം തൊട്ടേ നമ്മൾ ചെയ്തു വരണം. അപ്പോൾ അതിലും നല്ലത് ഒരുപാട് നീളത്തിലെടുക്കാതെ ഒരു പാകത്തിൽ നൂലെടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഇതുപോലെ ഞാൻ ലൈൻ മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഡിസൈനിൽ നമ്മൾ ഈ ബാക്ക് സ്റ്റിച്ച് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്നുള്ളത് നോക്കാം നമുക്ക്. അപ്പോൾ ഞാൻ ഒരു ക്ലോത്തിൽ ഇതുപോലെ ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു റാണി പിങ്ക് കളറിലുള്ളൊരു ത്രെഡാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. എപ്പോഴും നമ്മൾ ഈ ഫ്രെയിമിൻ്റെ തുണി സെറ്റ് ചെയ്യുമ്പോൾ പിന്നെ എപ്പോഴും ടൈറ്റാക്കി വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ പിന്നെ തുന്നാൻ തുടങ്ങാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ചൊന്നും ഒരിക്കലും റെഡി ആവില്ല. അപ്പോൾ എപ്പോഴും മെറ്റീരിയൽ നല്ല ടൈറ്റായിട്ട് സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. അതിനായിട്ട് 6 സ്ട്രാൻഡ്സ് നൂലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതുപോലെ നമുക്ക് ഒരുപാട് കട്ടിയിൽ നല്ല ഡിസൈൻ നല്ല കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6 സ്ട്രാൻഡ്സിലൊക്കെ ആയിട്ട് നൂലെടുക്കാം. ചിലത് ഞാൻ ആദ്യത്തെ വീഡിയോയിലൊക്കെ ഞാൻ 3 സ്ട്രാൻഡ്സ് 4 സ്ട്രാൻഡ്സൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഡിസൈൻ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് 6 സ്ട്രാൻഡ്സിൽ തന്നെ ഞാൻ നൂലെടുത്തിട്ടുണ്ട്. 6 സ്ട്രാൻഡ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 6 ഇഴയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ 6 ഇഴ എടുക്കുമ്പോൾ എന്താ പറയുക, നല്ല നീറ്റായിട്ട് തന്നെ നല്ല കട്ടിയിൽ തന്നെ നമുക്ക് ഡിസൈന് നമുക്ക് കിട്ടും. 3 ഇഴയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ചെറിയ ഫ്ലവർ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനത്തെ ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ പിന്നെ 6 ഇഴ വെച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു വൃത്തി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ആദ്യത്തെ സ്റ്റിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ലൈനിൽ ചെയ്തതുപോലെ തന്നെ ആദ്യം ഫസ്റ്റ് തന്നെ തുടങ്ങിയിട്ട് രണ്ടാമത്തെ സ്റ്റിച്ച് ഇതുപോലെ ഇവിടെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക.
ഞാൻ ഈ ഡിസൈന് ഞാൻ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഇതാ ഞാൻ ബാക്കിലൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്ക് ഭാഗം ഇതാ ഇങ്ങനെയാണ് വരുന്നത്. നമ്മളിത് പെട്ടെന്നൊന്നും തുന്നി കഴിഞ്ഞ് പോകാത്ത വിധത്തിൽ രണ്ട് കെട്ടിട്ട് തന്നെ നമുക്ക് നിർത്താം. അല്ലെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ സ്റ്റിച്ച് കഴിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതായത് നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നും ഇതേപോലെ ചെയ്ത് നോക്കുക. ആദ്യം പഴയ ക്ലോത്തിലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് മെയിൻ ഫാബ്രിക്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.